ഹലോ എവരിവൺ. രണ്ടാമതും US പ്രസിഡന്റായി സ്ഥാനമേറ്റ ഉടനെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്താണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത? IRന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഒരു ഓട്ടോണമസ് ടെറിട്ടറിയാണ്. കൂടാതെ നോർത്ത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ ആർട്ടിക്കിന് സമീപത്താണ് ഇതിന്റെ സ്ഥാനം. ഗ്രീൻലാൻഡിന്റെ ജിയോ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് 3 കീ ഫാക്ടേഴ്സ് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന്, ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിംഗ് കാരണം ഗ്രീൻലാൻഡിന്റെ സമീപത്തെ ഐസ് ക്യാപ്സ് മെൽറ്റ് ആവുകയും അവിടെ പുതിയ മാരിടൈം റൂട്ടും മിലിറ്ററി റൂട്ടും ഓപ്പൺ ആവുകയും ചെയ്യുകയാണ്. ദിസ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ നേറ്റോ ആൻഡ് US. 2, അവിടെയുള്ള റിസോഴ്സസ് ആണ്. റെയർ എർത്ത് മിനറൽസ് അടക്കം ഗ്രീൻലാൻഡിൽ ഉണ്ട്. ഇത് US-ന് ആവശ്യമാണ് ടു റെഡ്യൂസ് ഇറ്റ് സപ്ലൈ ചെയിൻ ഡിപ്പെൻഡൻസി ഓൺ ചൈന. മൂന്നാമത് അതിന്റെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. അവിടെ റഷ്യയും ചൈനയും പുതിയ രീതിയിലുള്ള അഡ്വാൻസ്മെന്റ്സ് നടത്തുകയും US വാണ്ട്സ് ടു ചെക്ക് ഇറ്റ്. സോ ഇതാണ് ഗ്രീൻലാൻഡിന്റെ സവിശേഷത. സ്റ്റേ ട്യൂൺ വിത്ത് എൻലൈറ്റ് IAS വർത്തമാന മാർഗ ഫോർ മോർ സച്ച് ഇൻഫർമേഷൻ. താങ്ക് യു.